ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മൾ കാണുന്നത് കേറി അന്ന് തന്നെ പുറത്തേക്ക് പോകുന്നതല്ലേ. എനിക്കിവിടെ വീണ്ടും ഒരു വീക്ക് കൂടി കിട്ടി. ബട്ട് ഐ റിയലി മിസ് സിബിൻ. ആരൊക്കെ മറന്നാലും പൂജ മറക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ. പുള്ളി ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് വിളിച്ചില്ലെങ്കിലും സിബിന്റെ പേര് ഒരു തവണയെങ്കിലും ഈ ലൈവിന്റെ അത് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടത്. അത് കറക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സിബിൻ നേരിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസോ ഒന്നും നടത്താനായിട്ടല്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ, പുള്ളിക്ക് നീതി കിട്ടട്ടെ എന്നൊരു ഒറ്റ ആഗ്രഹം എനിക്കും ഉള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയേ ഉള്ളൂ. ഇപ്പം സിബിൻ എന്നൊരു മത്സരാർത്ഥി ഈ സീസണിൽ വന്നിട്ടേ ഇല്ല എന്ന് എത്ര നൈസായിട്ടാണല്ലേ വി ബി വരുത്തി തീർത്തത്. ഈ സീസണിലെ ഇമോഷണൽ സീൻസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സീൻസ് ആണ് സിബിൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ ആ വഴി നടന്ന ആ ഒരു 2 ദിവസത്തെ വിഷ്വൽസ്. അതൊക്കെ മുക്കി ശരിക്കും മാഷപ്പിന്റെ അകത്ത്. പിന്നെ റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് കരഞ്ഞത് മുക്കി. അത് പിന്നെ പോട്ടെ എന്ന് വെക്കാൻ കാരണം ഇജക്ഷൻ ആയിരുന്നത്. പോട്ടെ, സിബിന്റെ സാധനം എന്തിനാണ് മുക്കിയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ ഫൈനലിസ്റ്റുകളായിട്ടിരിക്കുന്ന അർജുനും അഭിഷേകും ഋഷിയും പോലും കൊടുക്കാത്ത അത്രയും TRPയും കോണ്ടന്റും തന്നിട്ടല്ലേടെ ആ പുള്ളി പുറത്തേക്ക് പോയത്. അല്ല, അവരെ നിങ്ങൾ ഫിനാലേക്ക് വിളിക്കണ്ട, ഫിനാലെ വീക്കിലേക്ക് വിളിക്കണ്ട, മാഷപ്പ് വീഡിയോയിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിക്കൂടെ? 1 മിനിറ്റിൽ താഴെയുള്ള വിഷ്വൽസ് എങ്കിലും ഒന്നും ഉൾപ്പെടുത്തിക്കൂടായിരുന്നോ? അത് ചെയ്യാതിരുന്നത് ഭയങ്കര മോശമായി പോയെന്ന് മാത്രമല്ല നെറികേടാണെന്ന് എനിക്ക് പറയാനുള്ളൂ.